DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 20 മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗ്യാസ് സിലിണ്ടർ, റേഷൻ വിതരണം എന്നിവയെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഗ്യാസ് കണക്ഷൻ ഉള്ളവരും റേഷൻ കാർഡ് ഉള്ളവരും വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തേത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാനത്ത് എല്ലാ മാസത്തെയും റേഷൻ വിതരണ തീയതിയും എന്തൊക്കെ വിഹിതങ്ങളാണ് ലഭിക്കുന്നതെന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിക്കാറുണ്ട്. സാധാരണ ഓരോ മാസത്തെ റേഷൻ വിഹിതങ്ങളും വിതരണവുമാണ് പ്രഖ്യാപിക്കാറുള്ളതെങ്കിൽ അതിന് വ്യത്യസ്തമായി ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ചുള്ള വിതരണവും ആരംഭിച്ചിരുന്നു. ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 30 വരെ ഏപ്രിൽ മാസത്തെ റേഷനും അതോടൊപ്പം തന്നെ ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ മെയ് മാസത്തെ റേഷനും ഗുണഭോക്താക്കൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് വാങ്ങാൻ ഇനിയും 40 ദിവസത്തെ സാവകാശമുണ്ടെങ്കിലും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ 30 വരെ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. മെയ് മാസത്തെ റേഷൻ തുടർന്നും മെയ് 30 വരെ വാങ്ങാം. എന്നാൽ ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തെ റേഷൻ കൂടി വാങ്ങിയവർക്ക് പിന്നീട് മെയ് മാസത്തിൽ റേഷൻ ലഭിക്കില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് വാങ്ങാമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിലും മെയ് മാസത്തിൽ ഏപ്രിൽ മാസത്തെ റേഷൻ ലഭിക്കില്ല. അതായത് ഏപ്രിൽ 30 വരെ മാത്രമേ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാകൂ. അതിനുശേഷം ഏപ്രിൽ മാസത്തെ റേഷൻ ലഭിക്കില്ല. പിന്നീട് മെയ് മാസത്തെ റേഷൻ ആയിരിക്കും ലഭിക്കുക. അതിനാൽ 2 മാസത്തെ റേഷനും ഒരുമിച്ച് വാങ്ങാനിരിക്കുന്നവർ ഏപ്രിൽ 30 മുൻപായി അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ 30 കഴിഞ്ഞാലും മെയ് മാസത്തെ കൂടി റേഷൻ വാങ്ങാത്തവർക്ക് മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാകുമെന്ന കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്തവർ ഈ മാസം നിർബന്ധമായും റേഷൻ വാങ്ങണം. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ പിങ്ക് കാർഡുകളെയും സബ്സിഡി വിഭാഗമായ നീല കാർഡിനെയും പൊതുവിഭാഗമായ വെള്ള കാർഡിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തവണ റേഷൻ വിഹിതം കൈപ്പറ്റുന്നത് ഉറപ്പാക്കുക. അടുത്ത അറിയിപ്പ്, പാചകവാതക വിതരണത്തിൽ സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ക്ഷാമം അനുഭവപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യാവശ്യങ്ങൾക്കായി കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്നതാണെന്ന വാർത്തകളൊക്കെ എത്തുന്നുണ്ട്. വിതരണക്കാർ ഗാർഹിക സിലിണ്ടറുകളിൽ നിന്ന് ഗ്യാസ് മാറ്റി വാണിജ്യ സിലിണ്ടറുകളിൽ നിറച്ച് കൊള്ളവിലയ്ക്ക് വിൽക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള അനധികൃത വിൽപ്പനയ്ക്കെതിരെ സപ്ലൈ ഓഫീസർമാരും എൻഫോഴ്സ്മെന്റ് വിഭാഗവും കർശനമായ പരിശോധനകൾ നടത്തി വരികയാണ്. സംസ്ഥാനത്ത് ഇതുവരെ 3000-ഓളം സിലിണ്ടറുകൾ പരിശോധനയുടെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി ഏകദേശം 1000-ഓളം സിലിണ്ടറുകൾ പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും നിശ്ചിത ഭാരമില്ലാത്ത സിലിണ്ടറുകളാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതെന്ന പരാതിയും വ്യാപകമാണ്. ഓരോ സിലിണ്ടറിലും 2 മുതൽ 5 വരെ കിലോ ഗ്യാസിന്റെ കുറവ് ചിലയിടങ്ങളിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ എടുക്കുന്ന ഗ്യാസ് വാണിജ്യ സിലിണ്ടറുകളിൽ നിറച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സിലിണ്ടർ തൂക്കി നോക്കി വാങ്ങുന്നത് നന്നായിരിക്കും. ഭാരക്കുറവ് തോന്നിയാൽ സിലിണ്ടർ സപ്ലൈ ചെയ്യുന്നവരോട് തന്നെ അതിന്റെ തൂക്കം കാണിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു സിലിണ്ടറിന് ഏകദേശം 921 രൂപ 50 പൈസയാണ് നിരക്ക്. ജില്ലകൾക്കനുസരിച്ച് ചെറിയ മാറ്റമുണ്ടാകാം. 5 കിലോമീറ്ററിന് ശേഷം 20 രൂപ മുതൽ പരമാവധി 60 രൂപ വരെയാണ് ഡെലിവറി ചാർജ്. എന്നാൽ പല ഏജൻസികളും 100 മുതൽ 200 രൂപ വരെയൊക്കെ ഡെലിവറി ചാർജ് ഈടാക്കുന്നുണ്ട്. അമിത തുക ഈടാക്കുകയോ സിലിണ്ടർ മറിച്ചു വിൽക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടാൻ ഓരോ ജില്ലയ്ക്കും പ്രത്യേക നമ്പറുകൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. റേഷൻ വിഹിതത്തെക്കുറിച്ചോ ഗ്യാസ് വിതരണത്തെക്കുറിച്ചോ ഉള്ള സംശയങ്ങൾക്ക് അതാത് ജില്ലാ സപ്ലൈ ഓഫീസുകളുമായി ബന്ധപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.